പ്രത്യേകിച്ച് മുഖവുരയോ ആമുഖമോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മലയാളിയെ ലോക സിനിമയുടെ നെറുകയിൽ അടയാളപ്പെടുത്തിയ വ്യക്തി. അതിനുശേഷം അദ്ദേഹം വളരെ മികച്ച ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി, വളരെ സന്തോഷം അങ്ങോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പുതിയൊരു സിനിമയുടെ വളരെ പ്രത്യേകതയുള്ളൊരു പ്രമേയത്തിൽ നിർമ്മിക്കപ്പെടുന്നൊരു മലയാള സിനിമ വടക്കൻ. ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പം പ്രധാനമായിട്ട് ശബ്ദത്തിന്, പ്രത്യേകിച്ച് ആ സിനിമയുടെ പ്രമേയവും ശബ്ദവും വളരെ ഇഴചേർന്ന ഒന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം ശബ്ദത്തിന് പ്രാധാന്യമുള്ളൊരു ചിത്രമാണ് വടക്കൻ? ശബ്ദമാണ് സിനിമയുടെ ഒരു ഹൂ ഈസ് ദ നെക്സ്റ്റ് ഹീറോ ഓഫ് ദ ഫിലിം ഈസ് ഐ തിങ്ക് ദ വേ ഇറ്റ് ഈസ് വോവൺ ശബ്ദമാണ്. കാരണം ശബ്ദത്തിന് ഒരുപാട് പവറുണ്ട്. അത് എസ്പെഷ്യലി നമ്മളൊരു സിനിമ പോലെയുള്ള ഓഡിയോ വിഷ്വൽ മീഡിയത്തിൽ അതിൻ്റെ പവർ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ആൾക്കാരങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതായത് ശബ്ദം ക്യാൻ ബി അനദർ ഇമേജ് ട്രാക്ക്. ആ ലെവലിൽ വളരെ ചുരുക്കം ആളുകളെ പ്രാക്ടീഷണേഴ്സ് അത് ഉപയോഗിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു സബ്ജക്റ്റ് എനിക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഉണ്ടായിരുന്ന ആഗ്രഹം, സാധാരണ നമ്മളൊരു ഹൊറർ ഫിലിമോ അല്ലെങ്കിൽ ഒരു ത്രില്ലറൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ഒച്ചയായിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ളതാണ് സൗണ്ടിൻ്റെ ഫങ്ഷൻ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെ ആളുകളെ ഇത് ഫീൽ ചെയ്യിക്കാം, അവരെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതിനെന്തൊക്കെ രീതികൾ ചെയ്യാം. ആ ആലോചനയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആംബിയസോണിക് ഡിസൈനാണ് പ്രത്യേകമായിട്ട് ഈ സിനിമയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കേട്ട് പരിചയമുള്ള സ്ഥലം, അറിയാവുന്ന സ്ഥലം, പക്ഷേ നമുക്ക് തൊട്ടു നോക്കാൻ തോന്നുന്ന തരത്തിൽ ആണ്. ഒരുപക്ഷെ ചില സമയങ്ങൾ നമുക്ക് ഈ സിനിമക്കകത്ത് ഒരു പക്ഷേ ആ സ്ഥലങ്ങൾ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന വരും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുറപ്പിക്കാൻ പറ്റുന്നൊരു ആ തരത്തിലാണ്. ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക ഇമോഷനിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കാൻ ഈ സിനിമയിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വികാരം ജനിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ സിനിമയുടെ പ്രമേയത്തിന് അനുസൃതമായൊരു, എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ദ്രാവിഡപരമായ ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ പൗരാണികമായ ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ താങ്കളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കുറേ കൂടി ഗവേഷണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം പരീക്ഷണങ്ങൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്? അത് ഇതിൻ്റെ ഒരു പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേടി എന്ന് പറയുന്ന സംഭവം എന്താണ് പേടി? അത് നമ്മളൊരു പ്രയത്നം കണ്ട് പേടിക്കുന്നു, അതൊരു മൊമെൻ്ററി സംഭവമാണോ അതോ ഇതൊരു ലോങ്ങർ എക്സ്പ്രഷനാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഇമോഷനാണത്, വളരെയധികം സസ്റ്റൈനബിളായൊരു ഇമോഷനാണ്. എന്താണ് പേടി എന്ന് നമുക്കൊന്ന്, അയ്യോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ആ കുട്ടികൾക്ക് അങ്ങനെ വന്നു പോയല്ലോ, നമ്മുടെ മക്കൾക്ക് അങ്ങനെ വരരുതേ എന്ന് തോന്നിപ്പിക്കുന്ന, എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് എന്നെ സംബന്ധിച്ചോളം പേടി എന്ന് പറയുന്നത്. പക്ഷേ ഭയം എപ്പോഴും നിശബ്ദതയായിട്ടുകൂടി അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ല, അതൊരു മൊമെൻ്ററി സംഭവം അല്ല. അതൊരു മൊമെൻ്ററി സംഭവം ആകാതെ ഇതൊരു സസ്റ്റൈനബിൾ ഇമോഷനായിട്ട് എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കാര്യം. ഓഫ് കോഴ്സ് സൈലൻസസ്, സിനിമയ്ക്കകത്ത് ഇങ്ങനെ വളരെ ക്ലിഷേ ആയിട്ടുള്ളൊരു വാക്കുണ്ട്, സൈലൻസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ സൗണ്ട് ഇൻ സിനിമ. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള സൈലൻസ് എന്ന് പറഞ്ഞ സൗണ്ട് അല്ല, അതൊരു ഇമോഷനാണ്. ആ ഒരു ഇമോഷനിലേക്ക് നമ്മൾ ഓഡിയൻസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഒരു സൗണ്ട് ഡിസൈനർ എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ പ്രധാന ജോലി. സിനിമ എന്ന് പറഞ്ഞാൽ ഓഡിയോ വിഷ്വൽ മീഡിയമാണല്ലോ, 50% സൗണ്ടാണ്. പക്ഷേ വിഷ്വലിന് എപ്പോഴൊരു മേൽക്കൈ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരു കാര്യം. തീർച്ചയായിട്ടും, കാരണം നമ്മൾ കാണുന്നതാണ്, നമ്മളൊരു നടനെ കാണുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുന്നു, അതാണ് നമ്മുടെ അസോസിയേഷൻ. സൗണ്ടിന് അങ്ങനെ ഇല്ലല്ലോ, സൗണ്ടിന് അസോസിയേഷൻ ഇല്ല. അതുകൊണ്ട് അതെന്തുമാകാം. അതാണ് ഒരു പക്ഷേ സൗണ്ടിൻ്റെ ഒരു പോരായ്മയും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പവർഫുൾ നേച്ചറും. അതാണ് ആടുജീവിതത്തിൽ മലയാളികൾ ഒരു വലിയ വൈഡ് ക്യാൻവാസിൽ ശബ്ദത്തെയും ആ ഒറ്റപ്പെടലിനെയൊക്കെ ശബ്ദത്തിൽ കൂടെ അടയാളപ്പെടുത്തി. മണൽക്കാറ്റുകളാണെങ്കിലും അവിടുത്തെ മരുഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ പോലും മലയാളി ഏറ്റെടുത്തത് ശബ്ദത്തിൻ്റെ കൂടെ ഇതുകൊണ്ടാണ്. വളരെ എഫർട്ട് എടുത്ത ഒരു ചിത്രമാണ്. എനിക്കൊന്ന് അത്തരത്തിൽ എഫർട്ട് എടുക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ വളരെ കുറവാണ്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്ന വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ അനോറ സിനിമ ഇറങ്ങി 5 ഓസ്കാർ അവാർഡ് കിട്ടി. താങ്കൾ ആ കമ്മിറ്റിയിലൊക്കെ ഇപ്പോഴും മെമ്പറായ ആളോട് ചോദിക്കണം, 52 കോടി രൂപയ്ക്കാണ് ആ സിനിമ ചെയ്തതെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുമ്പോൾ അത് വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം മലയാള സിനിമയുടെ ബജറ്റ് പോലും ഇപ്പം 150 കോടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഹിന്ദി സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമകളൊക്കെ 300 crore to 500 crore ഇത് ചെയ്യുന്നത്. അപ്പോഴാണ് 52
ക്രോറിൽ ഒരു വേൾഡ് ക്ലാസ് സിനിമ ഉണ്ടാക്കുന്നത്. ഒരു പാൻ അല്ലെങ്കിൽ ഒരു വേൾഡ് ലെവൽ സിനിമയെ വീക്ഷിക്കുന്ന ആൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് കാണുന്നത്? അതെ, സി ഓസ്കറിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് സിനിമകളാണ് ബെസ്റ്റ് പിക്ചേഴ്സ് കൊണ്ടുപോയിട്ടുള്ളത്. വളരെ ചുരുക്കമാണ് വലിയ ബിഗ് ടിക്കറ്റ് ഫിലിംസ് ബെസ്റ്റ് പിക്ചർ കൊണ്ടുപോയിട്ടുള്ളത്. സ്ലം ഡോഗ് എടുത്തത്, അതിന് മുമ്പ് പിന്നെ ക്രാഷ്, നിങ്ങൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും, അനോറ ഫോർ എക്സാമ്പിൾ, അനോറ മീൻസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം, മനസ്സിലായില്ലേ? ഒരു $6 million ഉണ്ടാക്കിയ സിനിമയാണ്. വെൻ വി മെയ്ഡ് സ്ലം ഡോഗ് ഇറ്റ് വാസ് ഈവൻ ലെസ് ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ്. അപ്പം ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ് എന്നും ആളുകളെ ഉള്ളിൽ നമ്മളുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ. നമ്മളെ ഒരു ആസ് എ സൊസൈറ്റി, ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരു വർക്ക് ഓഫ് ആർട്ട് ക്ലീൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു ഇൻഫ്ലുവൻഷ്യൽ വർക്ക് വരുന്നതെല്ലാം ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു പൊസിഷനിൽ നിന്നാണ്. പിന്നെ ബിഗ് ടിക്കറ്റ് ഫിലിംസ് ആർ ഓൾസോ ദെയർ. അപ്പോൾ അവിടെയും $400 million $500 million സിനിമകൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നില്ല. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. അപ്പം അത് ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് 150 കോടി രൂപയുടെ ബജറ്റ് സിനിമ ഇവിടെ ഉണ്ടാകട്ടെ, അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായിക്കോട്ടെ. ലെറ്റ് പീപ്പിൾ തിങ്ക്, ലെറ്റ് പീപ്പിൾ ഗോ ഔട്ട് ഓഫ് ദെയർ സ്മോൾ ഡ്രോയിങ് ബോർഡ്. അത് എന്തുകൊണ്ടാണത് തെറ്റായിട്ട് നിങ്ങൾ കാണുന്നത്? എന്തുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് കാണുന്നത്? ബജറ്റ് അല്ലല്ലോ ഒരു ക്വാളിറ്റിയുടെ ബെഞ്ച് മാർക്ക് നമ്മൾ പറയേണ്ട സിനിമ. അല്ല, ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ അതിന് പ്രത്യേക അതിന് ചിലവുകളുണ്ടാവുമല്ലോ. ആ ചിലവുകളിന് ഇപ്പം 150 കോടി രൂപ ചിലവാക്കണമെങ്കിൽ ചിലവാക്കട്ടെ. പുതിയ സിനിമകൾ വരുമ്പോൾ ഒരു ഘട്ടത്തിൽ താങ്കൾ ഓസ്കാർ വേദിയിലാണ് ആദ്യം 2008 ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടത്. അതിനുശേഷം 2009, അതിനുശേഷം നാഷണൽ അവാർഡ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വന്നത്, അതിനുശേഷമാണ് സ്റ്റേറ്റ് അവാർഡ് വന്നത്. ഈ പ്രോസസ്സ് ശരിക്കും ഒന്ന് തിരിഞ്ഞുപോയി. അങ്ങനെ ശാഠ്യം പിടിക്കുന്നതിനാ. സ്പിൽബർഗ് ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഡയറക്ടറാണ്. കക്ഷിക്ക് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നവരെ ഓസ്കർ കിട്ടിയിട്ടില്ല. IT പോലൊരു സിനിമ ഉണ്ടാക്കിയ ആൾക്ക് ഓസ്കർ കൊടുത്തിട്ടില്ല. അതെന്ന് പറഞ്ഞത് അത് തെറ്റാണെന്ന് നമുക്ക് പറയാം. ഇല്ല, അതല്ല. അതുകൊണ്ടുണ്ടായൊരു താങ്കൾക്കുണ്ടായൊരു ഇതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഇത് പ്രതികരണം വന്നത് ഒരുപാട് ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ മടിക്കുന്ന രീതിയിലായിട്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ സിനിമ കിട്ടാൻ ഒരു താമസം നേരിടുന്നൊരു ഘട്ടം ഉണ്ടായി. എനിക്കൊന്ന് വേൾഡിൽ റെക്കഗ്നീഷൻ കിട്ടിയ ആൾക്കാരെ, നമ്മളുടെ ആൾക്കാർ, ഇപ്പം ഞാൻ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ശശി തരൂരിൻ്റെ കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെടാൻ നമ്മുടെ പൊളിറ്റിക്സിന് സാധിക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ പരാതിയുണ്ട്. താങ്കളെയും വേണ്ട വിധത്തിൽ അതിന് ശേഷം ഉപയോഗിക്കാൻ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിനേക്കാൾ ഉയരത്തിലെത്തിയോ? ആൾക്കാർക്ക് ഐ വാസ് ഓൾവേസ് റീച്ചബിൾ. എനിക്കങ്ങനെ ആക്സസിബിലിറ്റിൻ്റെ പ്രശ്നം എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടില്ല. പിന്നെ ആൾക്കാർ ഒരു വലിയ റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ ഊഹിച്ചു വയ്ക്കും. അയാൾ കിട്ടില്ല, അയാൾക്ക് ഭയങ്കര പൈസയായിരിക്കും, അപ്പോൾ എനിക്കൊരു സിനിമ വന്നു, ഒരു മലയാള സിനിമയാണ്. മലയാളം പ്രൊഡ്യൂസർക്ക് എന്നെ വേണം. കാര്യം പ്രൊഡ്യൂസർ എന്നെ വലിയ ഇഷ്ടമാണ്, എൻ്റെ വർക്കിനോട് വലിയ ബഹുമാനമാണ്. പ്രൊഡ്യൂസർ പറഞ്ഞു റസൂൽ പൂക്കുട്ടി വെക്കണം. ഡയറക്ടർ പറഞ്ഞു ഇത്രേ കേട്ടാണ്. ആ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്കാരൻ പറഞ്ഞാൽ പിന്നെ നമുക്കത് എതിർത്ത് പറയാൻ പറ്റത്തില്ലോ. പുള്ളിക്കാരൻ വന്നിട്ടൊരു കാര്യം അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കത് അത് നോ എന്ന് പറയാൻ പറ്റത്തില്ലോ എന്നുള്ള മുൻവിധി അത് വെച്ചിട്ട് അവർക്ക് നമുക്ക് തരുന്നില്ല. ഇതിൽ നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇഷ്ടം, എൻ്റെ പ്രശ്നമല്ല അത്. എന്തായിരിക്കും താങ്കളുടെ ഒരു ക്രൈറ്റീരിയ? ഒരു സിനിമ മുന്നോട്ട് വരുമ്പം ഇത് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതിനോട് സഹകരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ളൊരു? തീർച്ചയായിട്ടും ഒന്ന് ഫസ്റ്റ് ഇറ്റ്സ് എ സ്റ്റോറി ആൻഡ് ദെൻ ഇസ് എ പീപ്പിൾ അറൗണ്ട് ഇറ്റ്. അതായത് നമുക്കൊരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി എ പ്ലഷറബിൾ എക്സ്പീരിയൻസ്. നമുക്കൊരു സംതിങ് ദാറ്റ് വി ഷുഡ് റിമെമ്പർ ആസ് ഓക്കെ ദിസ് മച്ച് ഐ എം സ്പെൻഡിങ് മൈ ടൈം. എൻ്റെ ടൈമാണ് അവർ എന്നെ സൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു ഒരു 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 നിശ്ചിത തുക തന്നിട്ട് എന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർ ദേ ആർ ആക്ച്വലി ടേക്കിംഗ് മൈ ടൈം. ഐ എം ഗിവിങ്. ഈ ഭൂലോകത്തിൽ എൻ്റെ ജീവിക്കാനുള്ള സമയത്ത് ഞാൻ ഇത്ര സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ദാറ്റ് ഹാസ് ടു ബി പ്ലഷറബിൾ എക്സ്പീരിയൻസ്. അത് നമുക്ക് ഓർമ്മ വയ്ക്കാൻ നല്ല സമയം. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നു. ഞാൻ മഹാപന്ന സിനിമ ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് ബെസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് ദം. ആൾക്കാർ നല്ല ആൾക്കാർ, അവരോട്ട് സഹകരിച്ച്. ഐ ഡോണ്ട് മൈൻഡ്. അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. മൊത്തം ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പം ഈ ശബ്ദത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുന്നൊരു ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രി ഏതായിരിക്കും? ഇപ്പോൾ ഹിന്ദിയും തമിഴും തെലുങ്കും മലയാളം എല്ലാം ചെയ്തു. അത് ഹിന്ദി തന്നെയാണ്. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? കാര്യം ഹിന്ദി, അതായത് ഇപ്പോൾ ഒരു 90s ശേഷം ഏർലി 2010 അതുവരെയുള്ളൊരു കാലത്ത് ഒരു 10 വർഷം ഹിന്ദി സിനിമ ഒരുപാട് പഠിച്ചു ഞങ്ങളിൽ നിന്ന്. അതായത് അതുവരെ ശബ്ദം എന്ന് പറയുന്നത് മ്യൂസിക് മാത്രമായിരുന്നു, ഡയലോഗ് മ്യൂസിക് മാത്രമായിരുന്ന ഒരു ഇൻഡസ്ട്രി മാറിയിട്ട് ശബ്ദത്തിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പവർ മനസ്സിലാക്കി. അതിന് കാരണം ഒരു മിഡ് 90s
ഈ സാറ്റലൈറ്റ് ടെലിവിഷൻ വരികയും മൊത്തം ഇൻഡസ്ട്രിയുടെ ഒരു നേച്ചർ മാറുകയും ചെയ്തു. ഒരുപാട് പുറത്ത് പഠിച്ച ആളുകൾ വന്ന് സിനിമ ചെയ്യാൻ തുടങ്ങി. ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്ത്യയിൽ പ്രശസ്തമായി തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ഇംഗ്ലീഷിലുള്ള സിനിമകൾ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോലെ ഇംഗ്ലീഷ് സിനിമകൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ പുറത്തുനിന്നുള്ള പഠിച്ച കുട്ടികൾ, ആളുകൾ വന്ന്, യങ്സ്റ്റേഴ്സ് വന്ന് സിനിമ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ യങ്ങർ ഫോഴ്സ് വന്നപ്പോൾ ദേ സ്റ്റാർട്ട് ലേണിംഗ് തിങ്സ്. അങ്ങനെ ഒരു സൗണ്ടിൻ്റെ ഒരു വലിയ ഒരു ലേണിംഗ് കർവ് ഒരു മിഡ് 90s മുതൽ 95 മുതൽ 2010 വരെ ഹിന്ദി സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കേരളത്തിലും മറ്റ് റീജിയണൽ ഇൻഡസ്ട്രിയിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകാൻ തുടങ്ങിയത്. അതുവരെ എല്ലാം എവരി സൗത്ത് ഇന്ത്യൻ സിനിമ ഈസ് എ മ്യൂസിക്കൽ. ഹിന്ദി അങ്ങനെ അല്ല, ഇപ്പോഴും അങ്ങനെയല്ല. ഹിന്ദി ഇപ്പോഴും ഒരു ബെറ്റർ സൗണ്ട് മിക്സ് യു ക്യാൻ ഹിയർ ഇറ്റ് ഇൻ ഹിന്ദി ഫിലിംസ് കമ്പയർഡ് ടു സൗത്ത് ഇന്ത്യൻ സിനിമ. ബെറ്റർ ടൈം സ്പെൻഡ്, അതിനുള്ള ഒരു പോസിബിലിറ്റി ഹിന്ദിയിലാണുള്ളത് സൗത്ത് സിനിമയേക്കാൾ കൂടുതൽ. താങ്കൾ മലയാളിയെ സ്ഥിതിക്ക് ഈ കൾച്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഗ്രാമർ നമ്മുടെ സംവിധായകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ മലയാള സിനിമ, എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ദ എൻറ്റയർ പാരഡൈം ഓഫ് മലയാളം സിനിമ ഹാസ് ചേഞ്ച്ഡ്. തീർച്ചയായും ശബ്ദവിന്യാസത്തിലൂടെ വലിയ മായിക പ്രപഞ്ചങ്ങൾ ഇനിയും മലയാളികൾക്ക് മാത്രമല്ല ലോകത്തിന് എമ്പാടും കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. അതെല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ ശബ്ദത്തിൻ്റെ ആ ലോകം ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും തുറക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്.